വിശ്വാസപൂർവ്വം മൻസൂറിൽ ശരിക്കും പറഞ്ഞാൽ ആദ്യം ആശിച്ചായിരുന്നില്ല, ഗൗതമീനെ മാറ്റി ആശിച്ചു വരുന്നത്. എന്തായിരുന്നു ആ ഒരു സമയത്ത് നിങ്ങളുടെ ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് നേരത്തെ ഇങ്ങനെ വിശ്വാസപൂർവ്വം മൻസൂർ എന്ന് പറഞ്ഞൊരു സിനിമ വരുന്നു, ഗൗതമിയുണ്ട്, ശ്വേതയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഗൗതമി മാമിൻ്റെ പേരൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു ദിവസം ഞാനൊരു പ്രാക്ടീസിന് റിഹേഴ്സലിൻ്റെ സമയത്ത് PT സാർ വിളിച്ചു. റിഹേഴ്സലിന് വേണ്ടി നാട്ടിൽ വന്നായിരുന്നു പ്രോഗ്രാമിന് മുമ്പ്. എന്നോട് പറഞ്ഞു ഇങ്ങനെ ആദ്യം വിളിച്ച കൈലി വർക്ക് ചെയ്യുന്ന പീറ്ററേറ്റ് എന്ന് പറഞ്ഞിട്ട് വളരെ ഒരുപാട് വർഷമായി കൈലിയിൽ അദ്ദേഹം ആളെ വിളിച്ചു പറഞ്ഞു. PT സാർ വിളിക്കും. അതിന് വിളിച്ചിട്ട് കഥ പറയുമ്പോൾ അദ്ദേഹം വളരെ സത്യസന്ധമായി പറഞ്ഞു ഇത് ഗൗതമി ചെയ്യേണ്ടുന്ന കഥാപാത്രമാണ്, അവർക്ക് ചില കാര്യങ്ങൾ വരാൻ പറ്റില്ല, അതുകൊണ്ട് ആശയിലേക്ക് എത്തുകയാണ്, അത് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ അതേ കഥാപാത്രം പറഞ്ഞു. പക്ഷെ എനിക്ക് കുറച്ച് സിനിമ മാത്രം ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് അവിടെ നിന്ന് വന്ന് പിള്ളേരും ബീച്ചും സ്കൂളും ഒക്കെ ഉള്ളതുകൊണ്ട് പ്രാക്ടിക്കലല്ല. അപ്പോൾ ഓൾറെഡി ഞാൻ മമ്മൂക്കയുടെ ഒരു സിനിമ തുടങ്ങിയിരുന്നു, ശാന്തൻ്റെ സിനിമ. അപ്പോൾ അതും ഇതും കൂടെ ചെയ്യാൻ എനിക്ക് ശരിക്കും സമയം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ കഥാപാത്രം കേട്ട് കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ചെയ്യണമെന്ന ആഗ്രഹം വല്ലാണ്ട് വന്നപ്പോൾ ഞാൻ സാറോട് ഡേറ്റിൻ്റെ ഇഷ്യൂ അതുകൊണ്ട് ഡേറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ 2 സിനിമയും ഒരേ സമയമാണ് ശാന്തൻ്റെ മമ്മൂക്ക ചിത്രം പേരിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ ഒരു ശാന്ത സിനിമ എന്ന് പറയുന്നത്. അതും വിശ്വാസപൂർവ്വം മൻസൂർ ഒരേ സമയത്ത് ചെയ്തു പോകാൻ ഞാൻ 1 മാസം അടുപ്പിച്ച് വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടില്ല, ഇതുവരെ നിന്നിട്ടില്ല, പിള്ളേരെ വിട്ടിട്ട് അത്ര നിൽക്കാറില്ല. പക്ഷേ ഈ ഒരു ഷൂട്ടിംഗ് സമയത്ത് 2 സിനിമകളും ചെയ്തു പോകുന്നതുകൊണ്ട് 1 മാസത്തോളം വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ അത്രയ്ക്ക് ഇംപ്രസ്ഡ് ആയിട്ടുള്ള ക്യാരക്ടർ. അപ്പോൾ നമുക്ക് കൂടുതൽ ക്യൂരിയോസിറ്റി വരികയാണ്, എന്താണത് ആ ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ അതൊരു ഞാൻ സാധാരണ ചെയ്തിട്ടുള്ളത് ഇപ്പം പോലീസും അങ്ങനത്തെ പേടിപ്പിക്കുന്നതൊക്കെയാണ് കുറേ. പക്ഷെ പാവം സുമ, അനുരാഗ കരിക്കുന്ന അത്ര സുമയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഫാത്തിരി എന്ന് പറയുന്ന കഥാപാത്രത്തിന് ഭയങ്കര ഇന്നസെൻ്റ് ആണ്. അവരെല്ലാവരെയും വിശ്വസിക്കുകയും എല്ലാവരും സ്നേഹം മാത്രമാണ്. സ്നേഹം എന്ന് പറഞ്ഞാൽ ഫാത്തിരി എന്ന് പറയാം. അവരെല്ലാവരോടും അവർക്ക് ഇഷ്ടമാണ്. ഇപ്പോൾ പുതിയൊരാൾ വന്നു അവർ നല്ലതോ ചീത്തയോ ഒന്നും അറിയാതെ കൂടി അവർ വീട്ടിലേക്ക് വെൽക്കം ചെയ്യുകയും അല്ലെങ്കിൽ മക്കളുടെ കൂട്ടുകാരെ സ്വന്തം മക്കളെ പോലെ നോക്കുകയും ഇപ്പോൾ പൈസ ഉണ്ടോ ഇല്ലയോ കഷ്ടപ്പാടാണോ അതൊന്നുമില്ല, അവർക്ക് എന്തുണ്ടോ അത് എല്ലാവർക്കും ഉള്ളതാണ്. അങ്ങനത്തെ വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള മുസ്ലിം സമുദായത്തിൽപ്പെട്ട സ്നേഹം മാത്രമുള്ള ഒരു കൊഞ്ചി സംസാരിക്കുമ്പോൾ ചെയ്യുന്ന വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള സ്ത്രീ. ഭയങ്കര അട്രാക്ഷൻ തോന്നി എനിക്ക് ഒരു ക്യാരക്ടറിനോട്. മൻസൂറിൻ്റെ ഉമ്മയാണ്. മൻസൂറിൻ്റെ മകനുണ്ട്, മൻസൂറിൻ്റെ ഫ്രണ്ട്സാണ് ഇവരുടെ കൂട്ടുകാർ. അങ്ങനെ ഒരു വളരെ ഒരുപാട് അഭിനയ മുഹൂർത്തങ്ങളും ഒരുപാട് വേരിയേഷൻസ് ഉള്ള ക്യാരക്ടറും കൂടിയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയുടെ കഥ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു മെസ്സേജ് ആളുകൾക്ക് കൊടുക്കുന്ന ഒരു സിനിമ കൂടിയാണ്. അതായത് എന്തുകൊണ്ട് ഇവിടെ കലാപങ്ങൾ ഉണ്ടാകുന്നു, എന്തൊക്കെയാണ് ഇതിൻ്റെ പിന്നിലുള്ള പ്രശ്നം എന്നുള്ളതിനേക്കാളും ഇതിൽ ചർച്ച ചെയ്യുന്ന എനിക്ക് തോന്നുന്നു ഇതുകൊണ്ടുള്ള ആഫ്റ്റർ എഫക്ട്സ് എന്താണ്, ആളുകൾ എന്തൊക്കെയാണ് ഫേസ് ചെയ്യുന്നത് എന്നുള്ളതാണ് അല്ലേ. ഇപ്പോൾ ഓരോ സിനിമ ചെയ്യുമ്പോഴും ഇപ്പം മഞ്ജു പറയും പോലെ ഹിറ്റാവണമെന്ന് ആഗ്രഹിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് മുടക്കുന്ന പണം പ്രൊഡ്യൂസർക്ക് തീർച്ചയായിട്ടും തിരിച്ചു കിട്ടണം എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയാണ് ഓരോ സിനിമ ചെയ്യുന്നത്. പക്ഷേ ഈ സിനിമയ്ക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സിനിമ ഈ കാലഘട്ടത്തിൽ അത്യാവശ്യമാണ്, ശരിക്കും ആവശ്യമാണ്. ഇതൊരു കലാപം അല്ലെങ്കിൽ പ്രശ്നം അതിലൊക്കെ ഉപരി മനുഷ്യൻ ആദ്യം വേണ്ടത് സ്നേഹമാണ് എന്ന് പറയുന്ന സിനിമയാണ്, വിശ്വാസമാണ്. പക്ഷെ ഇപ്പം നമുക്ക് പലരെയും കാണുമ്പോൾ വിശ്വസിക്കണോ സ്നേഹിക്കണോ എന്നൊക്കെ ഒരു ഫിയറാണ് നമുക്കുള്ളത്, അവരെങ്ങനെയായിരിക്കും എന്തായിരിക്കും. പക്ഷെ എല്ലാവരിലും ഒരു നന്മയുണ്ടാവും, നന്മ കാണാൻ ശ്രമിക്കണം എന്ന് പറയുന്ന സിനിമയാണ്. പിന്നെ എല്ലാവരും മോശമല്ല, എല്ലാ പ്രവൃത്തിയും ചെയ്യുന്ന അതിനൊരു സത്യമുണ്ടാവും, സത്യമുണ്ട് എന്ന് പറയുന്ന സിനിമയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ഇത് വിശ്വാസപൂർവ്വം മൻസൂർ എന്ന് പറയുന്ന ഒരു സിനിമ പോലെയുള്ള സിനിമകൾ വളരെ വളരെ അത്യാവശ്യമാണ്. ഓക്കെ, കൂടെ ഈ സിനിമ ഒരു ലവ് സ്റ്റോറി കൂടെയാണ് അല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, പ്രണയം, സ്നേഹം, റിലേഷൻഷിപ്സ്. ഇതൊരു ബ്രദർ സിസ്റ്റർ തമ്മിൽ എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ 2 ഫ്രണ്ട്സ് എങ്ങനെയായിരിക്കണം, 2 പ്രണയം എങ്ങനെയായിരിക്കും, എല്ലാം പറയുന്ന സിനിമയാണ്. അതാണ് ബേസിക്, ഇറ്റ്സ് ലവ്. എല്ലാം ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്ന സ്നേഹം എന്ന് പറയുന്നത് പോലെ ഒരാളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് സ്നേഹമാണ് എന്ന് പറയുന്ന ഒരു സിനിമയാണ്. ഫാത്തിബി എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു മുസ്ലിം സമുദായത്തിലെ ക്യാരക്ടർ, ദുബായിലൊക്കെയാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ദുബായിലാണ്. ഇപ്പം നോമ്പിൻ്റെ സമയമാണ്, നോമ്പൊക്കെ എന്തെങ്കിലും പിടിച്ചിട്ടുണ്ട്? നോമ്പ് പിടിച്ചിട്ടുണ്ട്, ഞാൻ നോമ്പ് പിടിച്ചിട്ടുണ്ട്. ചില സമയത്ത് അറിഞ്ഞുകൊണ്ട് പിടിച്ചിട്ടുണ്ട്, ചില സമയത്ത് അറിയാതെ പിടിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം നമുക്ക് ഇപ്പോഴാണ് കുറച്ച് ഇവിടെ റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഫുഡ് കിട്ടി തുടങ്ങി. പണ്ട് ഒരു വെള്ളം പോലും നമുക്ക് കിട്ടില്ലായിരുന്നു. പല സമയത്ത് നമ്മൾ ഓഫീസിൽ പോകുന്നു, തിരിച്ചു വരുന്നു, അങ്ങനത്തെ അവസരങ്ങളിൽ നമ്മൾ നോമ്പ് പിടിക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ അറിഞ്ഞുകൊണ്ട് നോമ്പ് ഇതാണ് ആ ഒരു സംഭവം എന്നറിയാനും അത് അനുഭവിക്കാനും എൻ്റെ കൂടെ ഒരുപാട് മുസ്ലിം സമുദായത്തിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. എൻ്റെ പേഴ്സണൽ ഡ്രൈവർ കൂടി മുസ്ലിമാണ്. സോ പലപ്പോഴും നമ്മളും അതിൻ്റെ ഒരു ഭാഗമാകാറുണ്ട്. ശരിക്കും ആശിച്ചിന് നമ്മൾ സൂപ്പർ വുമൺ എന്നൊക്കെ പറയേണ്ടി വരും, വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം ദുബായിൽ ഒരു ഡാൻസ് സ്കൂളുണ്ട്, അതല്ലാണ്ട് വീട്ടുകാര്യങ്ങൾ നോക്കുന്ന 2 പെൺമക്കളുണ്ട്. കീർത്തന, ഉത്തര കീർത്തന. ഭയങ്കര രസമുള്ള പേരുകളുമാണ്.
കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കണം, ഇതെല്ലാത്തിനും പുറമെ നമ്മുടെ നാട്ടിൽ വന്ന് ഇടയ്ക്കിടയ്ക്ക് സിനിമയിൽ തല കാണിച്ചിട്ട് പോകണം, എങ്ങനെ ഡാൻസ് ചെയ്യുകയും വേണം. എക്സാക്ട്ലി. അതിനിടയ്ക്ക് ഫാമിലി ആയിട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം എങ്ങനെ ഇതെല്ലാം കൂടെ മാനേജ് ചെയ്ത് പോകണം? സൂപ്പർ വുമൻ. അതൊരു ടൈം മാനേജ്മെന്റ് ആണ് മഞ്ജു, അത്രേ ഉള്ളൂ. എല്ലാം കൂടെ ചെയ്യുന്നു തോന്നുന്നതാണ്, പക്ഷെ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. ഒരു വർഷത്തിൽ 3 സിനിമ 4 സിനിമയ്ക്ക് അപ്പുറം ചെയ്തെത്തില്ല. എത്ര നല്ല കഥാപാത്രമാണെന്ന് പറഞ്ഞാലും പല സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഉള്ളത് ഡാൻസ് പ്രോഗ്രാം ഒരു മാസത്തിൽ 2-3 പ്രോഗ്രാംസ് ആണ്. അത് ഞാൻ അന്ന് രാവിലെ വരും, പെർഫോം ചെയ്യും, അന്ന് തന്നെ ഞാൻ തിരിച്ചു പോകും. പിന്നെ വീട്ടിലും സ്കൂളിലും അത് അവിടെ തന്നെയല്ലേ, അത് അങ്ങനെ തന്നെ പോകും. ഇതിൻ്റെ എല്ലാം കൂടെ ഒരു കുഴഞ്ഞെന്ന് പറഞ്ഞാൽ മക്കളൊക്കെ കുറച്ച് വലുതായതുകൊണ്ട് കുറച്ച് ഇൻഡിപെൻഡൻ്റ് ആണ്. എങ്കിലും 2-3 സിനിമ മിസ് പോകും, തിരിച്ചു പോയി വീട്ടിൽ പോകണം തോന്നുന്നു. ഒരു സീരിയലിലൂടെയാണ് ഇങ്ങനെയൊക്കെ വന്നത് അല്ലേ? ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ടാവും ആ ഒരു സ്ക്രീൻ ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ടാവും? ടോട്ടൽ ഇപ്പൊ സീരിയൽ കഴിഞ്ഞിട്ടൊരു 2 വർഷം 2013 അല്ല 2013 ദൃശ്യമായിരുന്നു. അല്ല 2013 ദൃശ്യം അഭിനയിക്കുമ്പോഴും ഞാൻ കുങ്കുമപ്പൂ ചെയ്യുന്നുണ്ട്. അത് കുങ്കുമപ്പൂ ചെയ്യുമ്പോഴാണ് ഞാൻ ഇൻക്ലൂഡിങ് വർഷം തുടങ്ങുന്നതിന് ജസ്റ്റ് മുന്നേ വരെ ഞാൻ ടെലിവിഷൻ പരമ്പരയിൽ ഫുൾ കുങ്കുമപ്പൂവിൽ അഭിനയിച്ചു. ആ സമയത്ത് തന്നെ ബഡ്ഡി എന്ന് പറയുന്ന സിനിമ ചെയ്തു. ആ ഒരു ഒരേ സമയത്താണ് ടെലിവിഷനും ദൃശ്യം. എനിക്ക് ഏറ്റവും വലിയ പേടി ദൃശ്യം വരുമ്പോൾ അതായിരുന്നു. കാര്യം പ്രൊഫസർ ജയന്തി ഒരു പോലീസ് വേഷത്തിൽ വരുന്നു എന്ന് ജനത്തിന് തോന്നിയാൽ പിന്നെ അത് കഥാപാത്രം നിൽക്കില്ലല്ലോ. ഭയങ്കര ടെൻഷനായിരുന്നു എനിക്കത്. സിനിമ ദിവസം 10 ദിവസം ഞാൻ സിനിമ അതല്ല, കുറെ നാളായിട്ട് ഇപ്പോ ആ ഒരു രഹസ്യം ആരും പറഞ്ഞു തന്നില്ല. ഞാൻ പറഞ്ഞു ആ കുട്ടീനെ ജോർജ് കുട്ടി ഒന്ന് കുഴിച്ചു മൂടി. അത് 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 ആ സിനിമയിൽ പറഞ്ഞു തന്നിട്ടില്ലല്ലോ ജോർജ് കുട്ടി. ഇപ്പൊ ഞങ്ങളായിട്ട് പറഞ്ഞു തരാം. ഞങ്ങൾക്ക് അറിയാം ആ ഒരു സംഭവം ആ പോലീസ് സ്റ്റേഷന്റെ അടിയിൽ തന്നെ ഉണ്ട്. വെരി സാഡ്. ഞങ്ങൾക്കറിയാം. ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിയല്ലോ. ഞങ്ങളിനി തബൂനെ കാണാൻ പോകുന്നുണ്ട്. തബൂന് പറഞ്ഞു കൊടുക്കാൻ ഗൗതമി എടുത്തു. ഗൗതമിയല്ല, അപ്പൊ ഞങ്ങൾ ഇപ്പോഴെങ്കിലും ഞങ്ങളായിട്ടാണ് അവസാനം പറഞ്ഞു തന്നിരിക്കുന്നത് ആ ഒരു രഹസ്യം അല്ലേ? പക്ഷെ ജോർജ് കുട്ടി വിചാരിച്ചത് അദ്ദേഹത്തിന്റെ കൂടെ അതങ്ങ് ദൃശ്യത്തിന്റെ സെക്കൻഡ് പാർട്ട് വരുന്നത്. സത്യം പറഞ്ഞാൽ ഞാനെന്ന് പറയുന്ന ഗീത IPS സന്തോഷം ഉണ്ടായി. കാരണം എന്താ വെച്ചാൽ ഓഹോ അപ്പൊ ഇനിയെങ്കിലും അത് പുറത്തെടുക്കാമല്ലോ, ബോഡി എവിടെയാണ് കണ്ടുപിടിക്കാമല്ലോ ഞാൻ ആലോചിച്ചിരിക്കുകയായിരുന്നു. ഓക്കെ, ഇപ്പം ഈ പോലീസ് വേഷം ചെയ്തു എന്ന് പറഞ്ഞല്ലോ, ഈ പോലീസിനെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പേടിയാണോ? പോലീസ് അടുത്ത് വന്നാൽ പോലും ടെൻഷൻ അടിക്കുന്ന വല്ല കള്ളത്തരമൊക്കെ ചെയ്തിട്ടുണ്ടോ? കള്ളത്തരം ചെയ്തിട്ടുണ്ടോ? ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും. എന്താണെന്നറിയോ, പോലീസിനെ കാണും. ഞാൻ ഡ്രൈവ് ചെയ്യൂല, അതിന് ദുബായ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായതുകൊണ്ട് ഡ്രൈവ് ചെയ്യാൻ വരെ പേടിയാണ്. പോലീസിനെ കാണുമ്പോൾ ഒരു ടെൻഷനാണ്. എനിക്ക് അറിയില്ല എന്താണ് അതൊരു. പക്ഷെ ആ വേഷപ്പെട്ടിട്ടാണ് ഏറ്റവും കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത്. ഇപ്പൊ പുതിയൊരു ഭാഗ്മതി എന്നൊരു പുതിയ സിനിമയാണ് ഇപ്പൊ ചെയ്യുന്നത്. കഴിഞ്ഞു 1.5 വർഷമായിട്ട് അതിന്റെ ഷൂട്ട് ഉണ്ടായിരുന്നു. അത് തെലുഗു ആൻഡ് തമിഴ് രണ്ടുമുണ്ട്. അതിനകത്ത് പോലീസാണ്, പക്ഷെ CBI ഓഫീസറാണ്. വിളിച്ചപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു പോലീസ് സ്റ്റേഷനുണ്ട്, ഇല്ല CBI ഓഫീസറാണ്. വീണ്ടും പോലീസിലേക്ക് തന്നെയാണ് വീണ്ടും പോകുന്നത്. റൂട്ട് സെയിം, പക്ഷെ വേറൊരു ട്രാക്കുള്ള ടോട്ടൽ ഡിഫറെന്റ്. CBI ആകുമ്പോൾ കുറച്ചുകൂടെ അവസാനം ഇനി ഇപ്പോ ലാലേട്ടന് ലെഫ്റ്റനന്റ് കേണൽ എന്നൊക്കെ പറഞ്ഞതുപോലെ ഇനി നമുക്ക് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ ബഹുമതികൾ? ലോകം പോകുന്ന പോക്കല്ലേ. മഞ്ജുവിനെ ഇപ്പൊ ദുബായ് കണ്ട രാസവന്യമെ കണ്ടിട്ട് ഇപ്പൊ എറണാകുളത്ത് കാണുന്നു. നാളെ എന്ത് സംഭവിക്കുന്ന അറിയില്ലല്ലോ. അപ്പൊ അതുപോലെ ചിലപ്പോൾ എനിക്ക് പറ്റുമായിരിക്കും. നെഗറ്റീവായിട്ടാണ് വളരെ നല്ല കാര്യം. ഈ വിശ്വാസവൻ മൻസൂറിലെ പയ്യനുണ്ടല്ലോ റോഷൻ, നമ്മുടെ നായകൻ, ഇവരൊക്കെ കൊച്ചു പിള്ളേരാണല്ലോ നമ്മളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ. എങ്ങനെയാണ് അവരുടെ കൂടെ അഭിനയിച്ചിട്ട്? ശരിക്കും നാളത്തെ ഒരു ഭയങ്കര പ്രോമിസിങ് ആക്ടറാണ് റോഷൻ, പറയാതിരിക്കാൻ പറ്റില്ല. ഭയങ്കര പൊട്ടൻഷ്യൽ ഒരു ആക്ടറാണ് റോഷൻ. കേൾക്കുന്നില്ല കേട്ടാൽ പക്ഷേ ബ്രില്യൻ്റ് ആക്ടർ, ട്രെയിൻഡ് ആക്ടറാണ്. ആക്ടിങ് കോഴ്സ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടാണ്. വളരെ മിടുക്കനാണ്. ശരിക്കും ഒരു പ്രോമിസിങ് ആക്ടറാണ്. ഓരോ സീൻ ചെയ്യുമ്പോഴും നമുക്ക് ശരിക്കും മനസ്സിലാവുന്നു. റെസ്പെക്ട് തോന്നുന്ന ഒരു ആക്ടറാണ്. റിയലി ഗുഡ്, മിടുക്കനാണ്. അത് റോഷന് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമാണ് ഇപ്പം ആശിഷ് കിട്ടുന്നത്. വളരെ മിടുക്കനാണ്, പറയാതിരിക്കാൻ പറ്റും. റോഷനാണെങ്കിൽ ജോർജ് ജംഗ്ഷൻ കേൾക്കാറുണ്ട്. പിന്നെ ഇത് കേൾക്കട്ടെ, ഞങ്ങളുടെ റേഡിയോ ത്രൂ കേൾക്കട്ടെ അല്ലേ? തീർച്ചയായും.